ദിലീപിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരെക്കുറിച്ചും ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവനെക്കുറിച്ചും ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ ആരാണ് നല്ല സ്ത്രീ അല്ലെ നല്ലവൾ എന്നൊക്കെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയുടെ ഭാഗമായിട്ടാണ് എന്നോടും ചില ചോദ്യങ്ങൾ ചിലർ ചോദിച്ചത്. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമെന്നാണ് ചോദിച്ചത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർക്ക് ആരെ വേണമെങ്കിൽ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. അത് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഉന്നതിയിൽ അതിപ്രശസ്തമായി നിൽക്കുന്നവരെക്കുറിച്ച് മോശം അഭിപ്രായം വരാം, ഇഷ്ടക്കേടുകളുണ്ടായിരിക്കാം, ഇഷ്ടമാണെന്ന് പറയാം. ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ രീതിയിലാണ്, കാഴ്ചപ്പാടുകളിലാണ്, പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളിലാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് മോശം അഭിപ്രായം ഉണ്ടാകാം. ചിലപ്പോൾ 1-2% പേര് നല്ലതും പറയാം. ഇതൊക്കെ ഇതിലുള്ളതാ. നിങ്ങൾക്കും എന്നെക്കുറിച്ച് അഭിപ്രായം ഉണ്ടായിരിക്കാം. ഞാൻ കേൾക്കെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, കുറ്റപ്പെടുത്താത്തവരുണ്ട്. അത് ഒരു രീതിയാണെന്ന് ആലോചിക്കണം. പക്ഷേ ഈ വൈകിയ വേളയിൽ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത് എന്തിന്? മഞ്ജു വാര്യരെക്കുറിച്ചും കാവ്യ മാധവനും താരതമ്യ പഠനം എന്തിന് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറയുന്നത് സത്യസന്ധമായിരിക്കണമല്ലോ. രണ്ടുപേരെയും ഞാൻ കുറ്റം പറയാൻ ഒരുക്കൊന്നുമില്ല. കാരണം മഞ്ജു വാര്യർ സല്ലാപം ലൊക്കേഷൻ മുതൽ എനിക്ക് പരിചയമുണ്ട്, എന്നെ പരിചയമുണ്ടോ എന്നറിയില്ല. അതു കഴിഞ്ഞ് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ഒളിച്ചോട്ട കല്യാണത്തിന് ശേഷം എറണാകുളത്ത് നടന്നൊരു സ്വീകരണമുണ്ടെന്ന് ആലോചിക്കണം. ആ സ്വീകരണത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ആ സ്വീകരണ സമയത്ത് പങ്കെടുത്തവരിൽ ചലച്ചിത്ര സംവിധായകൻ ഹരിഹരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹരിഹരൻ്റെ അടുത്ത് മഞ്ജു വാര്യരുടെ അച്ഛൻ മാധവ് വാര്യർ ഒന്ന് സങ്കടത്തോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നെ അദ്ദേഹത്തിന് അറിയില്ല, ഹരിഹരന് മാത്രമേ ഞങ്ങൾ തമ്മിൽ അടുപ്പുള്ളൂ. ആ സംസാരിച്ച കൂട്ടത്തിൽ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഹരിഹരൻ സാറേ, എൻ്റെ മകൾ 10-15 സിനിമയിലെ അഭിനയിക്കാനുള്ള അഡ്വാൻസ് വാങ്ങി, വലിയ തുകയാണ് വാങ്ങിയിട്ടുള്ളത്. ഞങ്ങളിന്ന് രക്ഷപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഈ കല്യാണം കഴിച്ചിരിക്കുന്നു, കല്യാണം കഴിച്ച് അഭിനയിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തു ചെയ്യും ഞങ്ങൾ? ഈ കാശ് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അവളോട് പറ സാറേ, അഭിനയിക്കാൻ പറയുമോ? മാത്രമല്ല വേറൊരു സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇവർ രണ്ടുപേരും എത്ര കാലം ഒരുമിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സങ്കടത്തോടെയാണ് ഹരിഹരനോട് അദ്ദേഹം പറഞ്ഞത്. ഞാനിതിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ ഹരിഹരൻ സാർ എന്താ വിചാരിച്ച് ഞാൻ പോയി എഴുതുമെന്നാണ് വിചാരിച്ച്. എൻ്റെ കയ്യെ തൊട്ട് പറഞ്ഞു, വേണ്ട, അതൊന്നും ശ്രദ്ധിക്കണ്ട, എഴുതണ്ട എന്ന് പറഞ്ഞു. ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഹരിഹരൻ മഞ്ജു വാര്യരുടെ അച്ഛനോട് വളരെ മാന്യമായിട്ട് ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതായത് കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർ സുഖമായിട്ട് ജീവിക്കട്ടെ, നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. മാത്രമല്ല സിനിമയിൽ അഭിനയിക്കുക അഭിനയിക്കാതിരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ രീതിയാണത്. ഇപ്പോൾ ദിലീപിൻ്റെ ഭാര്യ ആയ സ്ഥിതിക്ക് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. അഭിനയിക്കുന്നെങ്കിൽ അഭിനയിക്കട്ടെ, നല്ല കാര്യം. പക്ഷേ വാങ്ങിച്ച തുകയുണ്ട്, അഡ്വാൻസ്. ആ തുകകളെല്ലാം തിരിച്ചു കൊടുക്കുന്നതാണ് അന്തസ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്നങ്ങനെ പിരിഞ്ഞു. പിന്നീട് ഇങ്ങനെ സിനിമയിൽ പോകുന്നു, മറ്റേ ദിലീപ് അഭിനയിക്കുന്നു, ദിലീപിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു, മഞ്ജു വാര്യർ അഭിനയം നിർത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളിലേക്ക് പോയി രക്ഷപ്പെട്ടു വരുന്നു. വർഷങ്ങൾ കഴിയുന്നു. അപ്പോൾ മഞ്ജു വാര്യരെ സംബന്ധിച്ച് എനിക്ക് അപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താ? കുടുംബ ജീവിതത്തിന് വേണ്ടി സിനിമ ഉപേക്ഷിച്ച ഒരു യുവതി. ഈ യുവതി മലയാള സിനിമയ്ക്ക് ഒരു നിധികുംഭമായിരുന്നു ശരിക്കും. അതില്ലാതായല്ലോ എന്നുള്ളൊരു അമർഷവും കുറേ പേരോടൊപ്പം എനിക്കും ദിലീപിനോട് തോന്നിയിരുന്നു. അതൊക്കെ ഒരു സ്വകാര്യ ജീവിതമാണ്, നമ്മളല്ല തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ അവരുടെ കുടുംബജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ഈ കാവ്യ മാധവനെ വളരെ ചെറുപ്പം മുതൽ സിനിമാ രംഗത്ത് കാണുന്ന ഒരാളാണ് ഞാൻ. ബാലനടിയായിട്ട് തന്നെയാണല്ലോ പരിചയം എന്നുള്ളത്. ഒരു കുറ്റവും നമുക്ക് ആ കുട്ടിയെക്കുറിച്ച് പറയാനില്ല, ആരെക്കുറിച്ചും പറയാനില്ല. കുട്ടിയോടൊപ്പം അച്ഛനും വരും, അമ്മയും വരും. അവർ കാസർഗോഡ് ഭാഗത്താണ് അവരുടെ ജന്മദേശമെന്നറിയാം.
അങ്ങനെ അവരും സിനിമയിൽ ഇങ്ങനെ പിച്ച വെച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് ആലോചിക്കണം. കൂടുതൽ അടുപ്പമൊന്നുമില്ല. അടുപ്പമില്ല എന്ന് പറയാൻ കാരണം സിനിമയിൽ അങ്ങനെ കൂടുതൽ അടുപ്പമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാക്സിമം നന്നായിട്ട് എഴുതുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ സിനിമയുടെ പേരിലുണ്ടെങ്കിൽ അതും നമ്മൾ എഴുതാറുണ്ട്. കുറ്റവും കുറവും രണ്ടും കൂടി വേണമല്ലോ. പക്ഷെ ആർക്കും കുറ്റങ്ങൾ എഴുതുന്നത് ഇഷ്ടമല്ല. നമ്മളൊരു 99% നല്ലത് എഴുതിയിട്ട് 1% ഇച്ചിരി കുറ്റം എഴുതിയാൽ മോഹം ഇങ്ങനെ വീർപ്പിച്ചിരിക്കും. ചിലർ കണ്ടാൽ തിരിഞ്ഞു നിൽക്കും, മറ്റു ചിലരാണെങ്കിൽ ചോദ്യം ചെയ്യും, ദേഷ്യപ്പെടും, അങ്ങനെ ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്നൊക്കെ ചോദിക്കും. അപ്പോഴും ഇവരൊന്നും ഒരു പരാതിയും പറയാറില്ല. പക്ഷെ അത് പരാതിയുടെ രൂപത്തിൽ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ONV സാറിൻ്റെ ഒരു കാവ്യം 6 ശരത്ത് സിനിമയാക്കി, ഡോക്യുമെൻ്ററി സിനിമയാക്കി എന്നാലോചിക്കണം. ഭൂമിക്ക് ഒരു ചരമഗീതം, അതിൻ്റെ ഷൂട്ടിംഗ് കൊല്ലത്തായിരുന്നു. ONV സാറ് വൈഫ് ഉണ്ടായിരുന്നു, കാവ്യമാധവനായുള്ള നായിക, കാവ്യമാധവൻ്റെ അച്ഛൻ അമ്മയുണ്ടായിരുന്നു, കൂട്ടത്തിൽ നമ്മൾ രമ്യ നമ്പീശൻ, അന്ന് വലിയ സ്റ്റാറൊന്നുമല്ല രമ്യ നമ്പീശൻ, സാധാരണ പെൺകുട്ടിയായിരുന്നു, അവരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത, ഈ ഇവരെക്കുറിച്ച് ഇച്ചിരി ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എഴുതിയിട്ടാണ് പോകുന്നത്. മാത്രമല്ല അത് എഴുതി കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് വ്യക്തിവൈരാഗ്യമോ സ്ഥായിയായുള്ള ശത്രുതയൊന്നുമില്ല. അത് എഴുതി കഴിഞ്ഞു, അടുത്ത മാറ്റർ എടുക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓണം സ്പെഷ്യലിന് വേണ്ടി ഒരു മാറ്റർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ സിനിമാ മംഗളത്തിൽ എഡിറ്ററാണെന്നും കൂടി ആലോചിക്കുന്നുണ്ട്. മാറ്റർ എടുക്കാൻ ചെന്നപ്പോൾ അച്ഛൻ കണ്ടു, അമ്മ കണ്ടു, വേറൊന്നും സംസാരിച്ചില്ല. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിൽ അവർ ചിരിച്ചുമില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓണം സ്പെഷ്യൽ സാധനം വേണം. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങളെക്കുറിച്ച് മോശമായിട്ട് എഴുതുകയും ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കുക. അത് ഞാൻ പറഞ്ഞു സത്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവസാനം ഇൻ്റർവ്യൂ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സന്തോഷകരമായിട്ടാണ് പിരിഞ്ഞത്. വേറെ വല്ലവരാണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ തരാതിരിക്കാമായിരുന്നു. ഒരുപക്ഷേ ഇത്രയും വലിയ പ്രസിദ്ധീകരണമായതുകൊണ്ടായിരിക്കാം, ഇനി അവരെക്കുറിച്ച് എന്തെങ്കിലും എഴുതുന്നതായിരിക്കാം സംഭവിച്ചത്. എന്തോ ആയാലും അവർ അനുകൂലമായ ഒരു ഇതുണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോൾ പോയാലും അവർ എറണാകുളത്തെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴായാലും വില്ലയിൽ താമസിക്കുമ്പോഴായാലും മാറ്ററിൻ്റെ കാര്യത്തിലോ ഫോട്ടോയുടെ കാര്യത്തിലോ എല്ലാ സഹകരണവും അവർക്കുണ്ടായിരുന്നായിരിക്കണം. അപ്പോൾ ഒരു മോശമായുള്ള അഭിപ്രായം എനിക്ക് കാവ്യയെക്കുറിച്ച് അന്നേ വരെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ചും കൂടിയും എനിക്ക് അവരെക്കുറിച്ചൊരു താല്പര്യം തോന്നാൻ ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ കൊല്ലത്ത് നടൻ മുരളിയുടെ പേരിൽ ഇവിടെ ഞങ്ങളൊരു ഒരു അവാർഡ് സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ഭരത് മുരളി. അതിൽ MA ബേബി, പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ളവർ, 6 ശരത്തുമുള്ള എല്ലാവരും ഉള്ള സംഘടനയാണത്. വർഷം തോറും ഞങ്ങൾ അവാർഡ് കൊടുക്കാറുണ്ട്, ക്യാഷ് അവാർഡ് കൊടുക്കാറുണ്ട്. നല്ല ജഡ്ജിങ് കമ്മിറ്റിയാണ് ചെയ്യുക, അല്ലാണ്ട് ഒരു തട്ടിക്കൂട്ട് അവാർഡൊന്നുമല്ല. അങ്ങനെ ഒരു വർഷത്തെ അവാർഡ്, ഷാജിയൻ കരുൺ അവാർഡ് ചെയർമാനായ ഒരു കമ്മിറ്റി ആ വർഷം അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് കാവ്യയ്ക്കാണ്. അന്ന് ഗണേഷ് കുമാറും മന്ത്രിയും കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷന് ഗണേഷ് കുമാറുണ്ടായിരുന്നു, ഷാജിയൻ കരുൺ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. അവിടെ വന്നു. അവാർഡ് ഫംഗ്ഷൻ വളരെ ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് മേശപ്പുറത്ത് ഒരു കൊടുത്ത ക്യാഷ് അവാർഡിൻ്റെ കവറുണ്ട്. ഈ കവർ നോക്കിയപ്പോൾ കവർ കാണാനില്ല, ആ കവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ എന്ത് പറ്റി എന്ത് ചോദിച്ചു, അല്ല മറ്റേ കവർ കാണാനില്ല. അപ്പോൾ ആരെടുത്ത് ഞങ്ങൾക്കറിയില്ല, ആരോ ഇത് ബോധപൂർവ്വം ഒട്ടിച്ചതാണെന്ന് മനസ്സിലായി. ഞങ്ങളൊരു കാര്യം ചെയ്യുന്നത് വേറെ ഒരു പ്രതിഫലം കവർ ഇട്ടിട്ട് കൊടുക്കുക, അല്ല വേണ്ട, അത് വേണ്ട എന്തായാലും, കാരണം എനിക്കത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞു. അത് മേടിച്ചില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു എനിക്ക് TA വേണ്ട. എറണാകുളത്ത് അവർ കുടുംബസമേതം വന്ന കാറിൻ്റെ വാടകയും മേടിച്ചില്ല. അപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ച് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെയാണെങ്കിലും കാര്യം ചെയ്യൂ, അതൊരു സംഭാവന എന്ന്, എൻ്റെ വക സംഭാവന എന്നൊരു റെസീറ്റ് മാത്രം തന്നാൽ മതി. അങ്ങനെ സന്തോഷത്തോടെ തിരിച്ചുപോയി. അപ്പോൾ ചോദിക്കും, അതിപ്പോൾ ഇന്ന ആൾക്കാരെ ഉള്ളത് ആയതുകൊണ്ടല്ലേ അവർ വാങ്ങാതിരുന്നത്? അങ്ങനെയല്ല പറയാൻ കാരണം, ഞങ്ങൾ ആദ്യത്തെ അവാർഡ് കൊടുത്തത് മലയാള സിനിമയിൽ ഒരു അമ്മ നടിക്കാണെന്ന് ആലോചിക്കണം. ആ അമ്മ നടി താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണെന്ന് ആലോചിക്കണം. പക്ഷേ ഇവർ അവാർഡ് മേടിക്കാൻ വരുന്ന അവസരത്തിൽ കിളിമാനൂർ ഭാഗത്താണ് ഷൂട്ടിങ്, അവിടേക്കാണ് തിരിച്ചു പോകേണ്ടത്. അവാർഡ് വാങ്ങി അവർ തൃശ്ശൂരിലുള്ള വടക്കാഞ്ചേരിയിൽ നിന്നുള്ള കാറ് വന്നതിനും പോയതിനും മുഴുവൻ ചിലവും അടക്കം വലിയൊരു തുക വാങ്ങിയിട്ടാണ് പോയതെന്ന് ആലോചിക്കണം.
സാധാരണ രീതിയിൽ അവർ വാങ്ങാൻ പാടില്ലാത്തത്ര എമൗണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഇവർ മാത്രമല്ല, കാവ്യ മാത്രമല്ല, പലരും മാന്യമായിട്ടുള്ള ഇടപെടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഒരു രീതിയിലും ഔദ്യോഗിക രംഗത്തായാലും മോശമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചും മറ്റുള്ളവരുടെ മഞ്ജു വാര്യരുടെ ഭർത്താവിനെ അടിച്ചെടുത്ത സ്ത്രീയല്ലേ എന്നുള്ളത്. എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല എന്നാലോചിക്കണം. സൂര്യപ്രകാശത്തിലാണ് ചെടികൾ വളരുന്നത്. ആ സൂര്യപ്രകാശത്തിലെ ചെടികൾ വളർന്നു പോകുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം സ്നേഹം എവിടെ കിട്ടുന്നുവോ, ദിലീപിന് ലഭിച്ച സ്നേഹം കാവ്യയിൽ നിന്നാണ്. അവിടേക്ക് പോയി അവരൊരുമിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. അതേ സ്ഥാനത്ത് മഞ്ജു വാര്യരെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ചില കാര്യങ്ങളിൽ നെഗറ്റീവായിട്ട് പറയാനുണ്ട്. വ്യക്തിപരമായിട്ട് അത് ദോഷകരമായിട്ടൊന്നല്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു അവാർഡ് ജഡ്ജിങ് കമ്മിറ്റി ഞങ്ങൾ മഞ്ജു വാര്യർക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് വിളിച്ച് പറയാനെടുത്തപ്പോൾ ഫോൺ പോലും എടുക്കാനുള്ള സന്മനസ് കാണിച്ചില്ല എന്നാലോചിക്കണം. ഞാൻ വിളിച്ചിട്ട് മാത്രമല്ല, പലരും വിളിച്ചെടുത്തിട്ട്, എന്നിട്ട് മഞ്ജു വാര്യരുടെ ഫോൺ എടുക്കാൻ ഏറ്റവും അടുത്തൊരാൾ, അതൊരു വലിയ പത്രത്തിൻ്റെ സുഹൃത്തിനെ ഞങ്ങൾ വിളിച്ചു. മഞ്ജു വാര്യരും അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുള്ളതാണ് വാർത്തകൾ പല കാര്യങ്ങളിലും. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ട് പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞു മാത്രം പറയുകയും ഒരു ഫോൺ കോളിലും മറുപടി പറയുകയും ചെയ്യും. അങ്ങനെ ഈഗോ പല കാര്യങ്ങളും കാണിക്കുകയും പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞത് അതൊരു പോഷാണ്. അത് പേരെടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ശരിക്കും ചായം തേച്ച മുഖവുമായിട്ട് ഒരു അഭിനേത്രി, അവിടെ ചായം തേച്ച മുഖമായിട്ടുള്ള അഭിനേത്രി അല്ല കാവ്യമാധവൻ. ഇതാണ് എൻ്റെ വ്യത്യാസം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാവ്യ മാധവനാണ് മഞ്ജുവിനേക്കാൾ നല്ലത് എന്ന് ഞാൻ പറയുന്നു.